അങ്ങനെ തിരിച്ചെത്തി. എന്നെ കാണുമ്പോൾ ഞെട്ടും. ഞാൻ 3 ആഴ്ച കഴിഞ്ഞ് വരുത്തോളെന്ന് പറഞ്ഞാ പോയത്. ഇതോ നമ്മുടെ ഗോളിയില്ലേ പോന്ന്? അണ്ണാ എവിടെ പോന്നു? ഓ ഒന്നും പറയണ്ട, എനിക്കും പരിക്കായടാ. അയ്യോ അണ്ണാ, നിങ്ങളുടെ നീളത്തിലുള്ള കട്ടിലൊന്നും അവിടെ ഇല്ല. അത് കുഴപ്പമില്ല അണ്ണാ, ഞങ്ങൾ രണ്ടുപേരുടെ ബെഡ് ഇപ്പോൾ ഫ്രീ അല്ലേ, അത് രണ്ടും നീളത്തിൽ ചേർത്തിട്ടും കിടന്നാൽ മതി. ഈ നേഴ്സന്മാർക്ക് എങ്ങനെ? നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. എനിക്ക് മുടിയൊക്കെ പിന്നിത്തരും. കമവിക്കാതെ തികച്ചു വിളിക്കത്തില്ല, കാമാന്നേ വിളിക്കത്തുള്ളൂ. അതിവന്റെ സ്വഭാവം കൊണ്ട് വിളിക്കുന്നതാ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ഞങ്ങളും അകത്തോട്ട് കയറുക. എടാ ഞാൻ കുറച്ച് പതുക്കെ വരാം. ഞാൻ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണത്തില്ല. ഒന്ന് ഞെട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറാം. കോച്ചേ, ഉണ്ണി, എൻ്റെ ഉണ്ണി വന്നോ? നീ ഇല്ലാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഓ എന്തൊരു സ്നേഹം, തേനൊലിക്കുന്നു. നമ്മളും പരിക്കൊക്കെ കഴിഞ്ഞാടേ വന്നത്, എന്നിട്ട് നമുക്കൊരു ഉണ്ണിയപ്പം കിട്ടിയില്ല. നീ വാടാ. സർപ്രൈസ്. ഞെട്ടിയാ? നീ 3 ആഴ്ച കഴിഞ്ഞ് വരുത്തോളന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നേരത്തെ വന്നേയോ കുറ്റം? എന്തായാലും പ്രാക്ടീസിന് ഇറങ്ങും. നിങ്ങൾ ഇറങ്ങും. കമവാ. അയ്യേ, ഇപ്പൊ ഞെട്ടിയതല്ലേ? മോൻ പോലും. നിനക്കപ്പ കാര്യം മനസ്സിലായില്ലേ? ഇല്ല, നമ്മുടെ ഗോളിക്ക് പരിക്കായില്ലേ? ഇങ്ങേരുടെ ഒലിപ്പീര് കണ്ടിട്ട് അവനെ പിടിച്ച് ഗോളി നിർത്തുമെന്നാ തോന്നുന്നു. ഏയ്, ലുനിനും നല്ല ഫോമി നിൽക്കുമല്ലേ, അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും. ഇന്നുച്ചയ്ക്ക് ഇരുന്നൊരു സിഗാരോ വലിക്കുന്ന കണ്ടായിരുന്നു. അതിന്റെ കിക്കിൽ വേണമെങ്കിൽ അവനെ ലോണിന് ബാർസയെ കൊടുത്തിട്ട് അവിടെ ഗോളി നിർത്തി. അവൻ വേണമെങ്കിൽ പോവുകയും ചെയ്യും. ദോ പോന്ന് അങ്ങേരുടെ അടുത്ത ബംഗാളി വാൽവർഡെ. അതൊരു ജിന്നു തന്നെ എൻ്റെ അളിയാ. 120 മിനിറ്റ് കളിച്ചാൽ ജില്ലെന്ന് പറഞ്ഞിരിക്കും. ഇവനൊക്കെ വല്ല റബ്ബർ പാലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. കഥയും പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രാക്ടീസിന് വേടാ.